ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ എ പത്മകുമാറിനെ പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനം. ഇന്ന് ചേർന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കും. ഇന്നലെ പത്മകുമാറിനെ ആറന്മുള മണ്ഡലം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിൽ വിമർശനം ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നീക്കം മാത്രമാണിതെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ഗൂഗിൾ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്ന സമയത്തും ഒന്നും ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, അന്ന് വലിയ തോതിൽ പത്മകുമാറിനെ ന്യായീകരിക്കുന്ന ക്യാപ്സൂളുകൾ പുറത്തിറക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുതൽ ഇങ്ങോട്ട് എല്ലാ നേതാക്കളും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച സജീവ ചർച്ചയാകും എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു അച്ചടക്ക നടപടി അങ്ങനെ വേണ്ടേ ഇതിനെ കാണാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ ഗൗതം. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെതിരെ അല്ലെങ്കിൽ പത്മകുമാറിനെ വീണ്ടും സംരക്ഷിച്ച് നിർത്തുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വലിയ തെറ്റായ സന്ദേശം CPMനെതിരെ ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു തിടുക്കപ്പെട്ട ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം മാത്രമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്നിട്ടുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പത്മകുമാറിനെ തൽക്കാലം ഇത്തരത്തിൽ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം മാറ്റിയിട്ടുണ്ടായിരുന്നു മുന്നണി. അതിന് പകരം ഓമല്ലൂർ ശങ്കറിന് പകരം ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ മറ്റ് ചുമതലകളിൽ നിന്ന് കൂടി മാറ്റി നിർത്തുവാനായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എ പത്മകുമാർ. CPMൻ്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രബലനായിട്ടുള്ള നേതാവ് കൂടിയിട്ടാണ് പത്മകുമാർ. പാർട്ടി വേദികളിൽ നിന്നൊക്കെ തൽക്കാലത്തേക്ക് പത്മകുമാറിനെ മാറ്റി നിർത്താൻ തന്നെയാണ് എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേദികളിലും പത്മകുമാറിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. പത്മകുമാർ പരസ്യമായിട്ട് രംഗത്ത് വരുന്നത് വലിയ തിരിച്ചടി മുന്നണിക്കുണ്ടാക്കും, LDF മുന്നണിക്കുണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരുന്നത് തന്നെയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു നടപടി പത്മകുമാറിനെതിരെ ഉണ്ടാകുമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പത്മകുമാർ ഒരു വിശദീകരണ നോട്ടീസ് പാർട്ടി നേതൃത്വം അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത്. അതിന് മറുപടി കത്ത് പത്മകുമാർ നൽകിയതിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല, തനിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കരുത് എന്നുള്ള ആവശ്യം പത്മകുമാർ ഈ കത്തിലൂടെ മറുപടി കത്തിലൂടെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മറുപടി കത്ത് പാർട്ടിക്ക് തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തീരുമാനത്തെ തുടർന്ന്. എന്തായാലും ഇത് ഒരു തെരഞ്ഞെടുപ്പിന് പ്രകാരം ഉണ്ടായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണ്. അത് മാത്രമല്ല, ജില്ലയിലെ ഈ ആറന്മുള മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. മന്ത്രി വീണ ജോർജ് മത്സരരംഗത്തുള്ള മണ്ഡലമാണ്. ആറന്മുളക്കാരൻ തന്നെയാണ് എ പത്മകുമാർ. അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ സ്വാധീനം ഈ മണ്ഡലത്തിൽ വീണ ജോർജിനടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുമാത്രമല്ല, സമീപ മണ്ഡലങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പത്മകുമാർ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയും പത്മകുമാറിൻ്റെ അറസ്റ്റും അടക്കം മാറുമെന്നുള്ള ഭയം CPMന് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ എത്രമാത്രം ഈ ഒരു നടപടി കൊണ്ട് മുക്തമാകാൻ സാധിക്കുമെന്നുള്ള കാര്യം ചോദ്യചിഹ്നമായിട്ട് പാർട്ടിക്ക് മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യുകയാണ്. എന്തായാലും സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമായിട്ട് പത്മകുമാറിൻ്റെ അറസ്റ്റും ഒപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയും പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം തന്നെ അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു നടപടി അതിനെ മറികടക്കുവാനായിട്ട് CPMനെ സഹായിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഗൗതം. ഓക്കെ ഗൂഗിൾ, എന്തായാലും തെരഞ്ഞെടുപ്പായ പശ്ചാത്തലത്തിൽ പത്മകുമാറിനെതിരെ പേരിൽ ഒരു നടപടിയെടുക്കുക എന്ന തന്ത്രം CPM ഇവിടെ പയറ്റുകയാണ്. പത്മകുമാർ അറസ്റ്റിലാകുന്ന ഘട്ടത്തിലോ ഓരോ തെളിവുകൾ സ്വർണം മോഷ്ടിച്ചതിൽ പത്മകുമാറിൻ്റെ റോള് കൃത്യമായി ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്ന ഘട്ടത്തിലൊന്നും ഒരു നടപടിയും എടുക്കാത്ത പാർട്ടി ഇപ്പോൾ താൽക്കാലികമായി ചുമതലകളിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഗൂഗിൾ രമേശാണ് വിവരങ്ങളുമായി ചേർന്ന്